ദേഹം കുർബാനയാകാൻ, എന്നിലലിയാൻ ജീവനാകാൻ എൻ ഹൃദയം നൽകുന്നു ഞാൻ. ദേഹം പകുത്തു നൽകി വാസമാകാൻ വചനമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹം നിറഞ്ഞവരെ, മല്ലപ്പള്ളി എമ്മാവൂസ് ധ്യാന കേന്ദ്രത്തിൽ നടക്കുന്ന അഖണ്ഡ ആരാധനയുടെ മറ്റൊരു ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. അപ്പൊ ഈ ദിവസത്തിൽ ഇവിടെ പ്രാർത്ഥിക്കാനായിട്ട് എത്തിയിരിക്കുന്ന ഈ കുടുംബാംഗങ്ങളെല്ലാവരോടും ചേർന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ ദിവസത്തിന്റെ പ്രാർത്ഥന ആശംസകൾ പരിശുദ്ധ കുർബാനയിൽ നിത്യവും വസിക്കുന്ന ഈശോയുടെ നാമത്തിൽ നേരുന്നു. ദിവ്യകാരുണ്യത്തിൽ ഈശോ നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. മിശിഹായിൽ സ്നേഹം പറഞ്ഞവരെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വിഷയം ജപമാലയും വിശുദ്ധ കുർബാനയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നതാണ്. ജപമാലയും വിശുദ്ധ കുർബാനയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? നമ്മൾ ജപമാല ചൊല്ലുന്നവരാണ്, കുർബാന അർപ്പണം നടത്തുന്നവരുമാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് അറിയുക തികച്ചും ഉചിതമാണ്. കുർബാന അർപ്പണം എന്താണ്? അതിന് പല ഡയമെൻഷൻസ് ഉണ്ട്, പല തലങ്ങളുണ്ട്, പല രീതിയിൽ നമുക്ക് ആ ചോദ്യത്തിന് ഉത്തരം നൽകാനായിട്ടും പറ്റും. എന്നാലും കുർബാന അർപ്പണം അത് മിശിഹാ രഹസ്യത്തെ കുറിച്ചുള്ള ഒരു ധ്യാനമാണ്. മിശിഹാ രഹസ്യത്തെ കുറിച്ച്, രക്ഷാകര രഹസ്യങ്ങളെ കുറിച്ചുള്ള ഒരു ധ്യാനവും ആഘോഷവുമാണ്. ഇനി എന്താണ് രക്ഷാകര രഹസ്യങ്ങൾ? രക്ഷാകര രഹസ്യങ്ങൾ ഈശോയുടെ മനുഷ്യാവതാരം, ഈശോയുടെ പരസ്യ ജീവിതം, ഈശോയുടെ പീഡാസഹനം, ഈശോയുടെ കുരിശുമരണം, ഈശോയുടെ ഉത്ഥാനം, ഇവയെല്ലാമാണ് രക്ഷാകര രഹസ്യങ്ങളായി നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി ജപമാല പ്രാർത്ഥന എന്താണ്? ജപമാല പ്രാർത്ഥനയും രക്ഷാകര രഹസ്യങ്ങളെ കുറിച്ചുള്ള ധ്യാനമാണ്. സന്തോഷത്തിന്റെ രഹസ്യം, പ്രകാശത്തിന്റെ രഹസ്യം, ദുഃഖത്തിന്റെ രഹസ്യം, മഹിമയുടെ രഹസ്യം, ഇതെല്ലാം മിശിഹാ രഹസ്യങ്ങളെ കുറിച്ചുള്ള ധ്യാനമാണ്. അതുകൊണ്ട് തന്നെ ജപമാലയും കുർബാന അർപ്പണവും തമ്മിൽ ഒരു കണക്ഷൻ, ഒരു ബന്ധമുണ്ട്. അപ്പസ്തോലിക കത്ത്, അതായത് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ എഴുതിയ ഒരു അപ്പസ്തോലിക കത്തിന്റെ പേരാണ് ദ റോസറി ഓഫ് ദ വെർജിൻ മേരി, പരിശുദ്ധ കന്യകാ മറിയത്തിന്റെ ജപമാല. അതിസുന്ദരമായ ഒരു കത്താണ്. ആ കത്തിൽ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുകയാണ്, കുർബാന അർപ്പണത്തിന് നല്ല ഒരു ആമുഖമാണ് ജപമാല പ്രാർത്ഥന. കുർബാന അർപ്പണത്തിന് നല്ല ഒരു ആമുഖമാണ് ജപമാല പ്രാർത്ഥന. ഒരുപക്ഷെ നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുവാണെങ്കിൽ പഴയകാലത്തെ അമ്മച്ചിമാരൊക്കെ കുർബാന അർപ്പണത്തിന് വരുമ്പോൾ കയ്യിലൊരു ജപമാല സൂക്ഷിച്ചിരുന്നു. ജപമാല കയ്യിൽ പിടിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ജപമാല അവരുടെ കരങ്ങളിൽ കാണും. വഴിയിലൂടെ ദേവാലയത്തിലേക്ക് നടക്കുന്ന ആ യാത്രയിൽ അവർ ജപമാല കയ്യിൽ പിടിച്ച് ജപമാല ചൊല്ലിക്കൊണ്ടാണ് കുർബാന അർപ്പണത്തിന് എത്തിയത്. അത് തന്നെയാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അതിസുന്ദരമായിട്ട് അവതരിപ്പിച്ചത്. കുർബാന അർപ്പണത്തിന് നല്ലൊരു ആമുഖമാണ് ജപമാല പ്രാർത്ഥന. അങ്ങനെ മിശിഹാ രഹസ്യങ്ങളെ കുറിച്ച് ജപമാല പ്രാർത്ഥനയിലൂടെ ധ്യാനിച്ച് ദേവാലയത്തിലേക്ക് എത്തുമ്പോൾ നമുക്ക് കുർബാന അർപ്പണത്തിന് നിൽക്കുമ്പോൾ മിശിഹാ രഹസ്യങ്ങളിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ട് എളുപ്പമാണ്. അതുകൊണ്ട് നമ്മുടെ ജപമാല പ്രാർത്ഥന എപ്പോഴും തന്നെ എങ്ങോട്ടേക്ക് ഓറിയന്റഡ് ആകണം? കുർബാന അർപ്പണത്തിലേക്ക് ഓറിയന്റഡ് ആകണം, ലക്ഷ്യം വെച്ചായിരിക്കണം. ഇപ്പം തലേന്ന് രാത്രി കുടുംബ പ്രാർത്ഥന നടത്തുമ്പോൾ ജപമാല പ്രാർത്ഥന ചൊല്ലുന്നവരാണോ നിങ്ങൾ? അപ്പോൾ ജപമാല പ്രാർത്ഥന നാളെ ഞാൻ അർപ്പിക്കാൻ പോകുന്ന കുർബാന അർപ്പണത്തിന് ഒരു ആമുഖമാണെന്നുള്ളൊരു ചിന്ത സൂക്ഷിക്കണം. പ്രിയപ്പെട്ടവരെ, കുർബാനയിൽ ഈശോ നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ അകലാത്ത രോഗങ്ങളില്ല. ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ പൊറുക്കാത്ത പാപങ്ങളില്ല. ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ അഴിയാ
ബന്ധനമില്ല. ദിവ്യകാരുണ്യ